ചിലർ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാറുണ്ട്, വഴിപാടുകൾ നടത്താറുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ട്, പലരോടും കരുണ പ്രകടിപ്പിക്കാറുണ്ട്, കരുണ കാണിക്കാറുണ്ട്. ഭിക്ഷക്കാരെ കാണുമ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് ഭിക്ഷ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ലൈഫിൽ പ്രശ്നങ്ങളല്ലാതെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു വളർച്ച എന്ന് പറയുന്ന സംഭവമില്ല. പൊതുവേ ഇതിനെല്ലാം കൂടെ പറയുന്ന ഒരു പേരുണ്ട്, സുഹൃതക്ഷയം എന്ന് പറയാറുണ്ട്. നമ്മൾ മുൻജന്മ പാപം, കർമ്മഫലം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർമ്മഫലം എന്നുള്ളത് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് മാറ്റേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്തേ രുദ്രധാര. നമ്മളിന്ന് പറയുന്ന വിഷയം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ? കർമ്മവും കർമ്മഫലവും. കർമ്മഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമ്മൾ പുനർജന്മം എന്നുള്ളതൊന്നും ഉണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആത്മീയപരമായിട്ട് പറയുന്നത് പുനർജന്മം എന്നത് ഒരു സത്യമാണ് എന്ന് പറയുന്നു. എന്നാൽ അതിന് ശാസ്ത്രീയപരമായിട്ടുള്ള അടിസ്ഥാനങ്ങളില്ല. പക്ഷേ പുനർജന്മത്തെക്കുറിച്ച് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ട്. എന്നാലും അടിസ്ഥാനപരമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി സൈക്കാട്രി വിഭാഗം പ്രൊഫസറായിരുന്ന സർ ബ്രയാൻ ലൂയിസ് വൈസ് എഴുതിയ ഒരു പുസ്തകം ഉണ്ട്, മെനി ലൈഫ് ആൻഡ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നു, രോഗാവസ്ഥയിൽ കിടന്ന കാതറീൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ റീപ്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിന് വിധേയയാക്കുകയും ശേഷം 82 ജന്മങ്ങൾ ഭൂമിയിൽ ജനിച്ചതായി പറയപ്പെടുകയും ചെയ്യുന്നു ആ പുസ്തകത്തിൽ. അത്തരത്തിലൊരു പുസ്തകം, അതിനെ മാത്രം നമ്മൾ അടിസ്ഥാനമാക്കി പുനർജന്മത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. പല കാര്യങ്ങൾ ചെയ്തിട്ടും, പല ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്തിട്ട്, പല പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ട് ഒക്കെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ സ്വയം ആശ്വസിക്കുകയാണ്, ഇതൊക്കെ എൻ്റെ കർമ്മഫലമാണ്, ഞാൻ അനുഭവിച്ചേ മതിയാകൂ, സുഹൃതക്ഷയമാണ്. എന്താണ് സുഹൃതക്ഷയം? സുഹൃതം, സൽപ്രവർത്തികൾ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ എന്നാണ് പറയുന്നത്. അതിനുണ്ടാകുന്ന നാശം, അതാണ് സുഹൃതക്ഷയം. അത് മുൻജന്മത്തിലോ ഈ ജന്മത്തിലോ ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. നമ്മൾ അങ്ങനെ കണ്ട് സമാധാനിക്കുന്നു, അല്ലേ? ചിലർ അതെങ്ങനെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവരുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണിത്. നമ്മൾക്കുണ്ടാകുന്ന തളർച്ച, തകർച്ച അത് കാണുമ്പോൾ നമ്മൾ കർമ്മഫലമാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ ജീവിതം അവിടെ തീർന്നു എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം. കാരണം കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ നടപടിയായിട്ട് കണക്കാക്കുന്നില്ല. അവനെന്നും അത് ചിന്തിക്കാൻ മാത്രമേ സമയം കാണൂ. പ്രസൻറ്റ് ലൈഫിനെ കുറിച്ച് യാതൊരു കാരണവശാലും ചിന്തിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥയാണോ? അല്ലേ? ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഫ്യൂച്ചർ, അയാളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കുറേ നല്ല ആശയങ്ങൾ, എങ്ങനെ ഇനി പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെ ആയിരിക്കണം. പിന്നെ പഴയ കാലത്തിൻ്റെ പോയ കുറേ ഓർമ്മകൾ, പാസ്റ്റ് ലൈഫിൻ്റെ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ പറഞ്ഞാണ്. വിജയൽപുള്ളിയുടെ അവസ്ഥ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യം പറഞ്ഞാണ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ആലോചിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ മുൻജന്മത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള ജന്മത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം ചിന്തിക്കുക. പഴയ കാര്യങ്ങൾ അന്വേഷിച്ച് പോകാതിരിക്കുന്നതായിരിക്കും ഉത്തമം. ഞാൻ പറഞ്ഞു, ബ്രയാൻ ലൂയിസ് വൈസിൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, റീപ്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തി. അതിനകത്ത് അദ്ദേഹം പറയുന്നത് പുനർജന്മം അഥവാ റീബർത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, ഇല്ല എന്ന് പറയാൻ ഒരുപാട് പേരുണ്ട്. അടുത്തൊരു ചോദ്യം വരുന്നത്, ചിലർ ഗോൾഡൻ സ്പൂണുമായിട്ട് ജനിക്കുമ്പോൾ, സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിക്കുമ്പോൾ, മറ്റു ചിലർ വളരെ താഴ്ന്ന ലെവലിൽ, വളരെ
മോശപ്പെട്ട ഒരവസ്ഥയിൽ ജനിക്കപ്പെടുന്നു. അത് എന്തുകൊണ്ടാണ്? അങ്ങനെ ജനിക്കാനുള്ള കാരണം ദൈവം ഉണ്ട് എന്ന് പറയപ്പെടുന്നു അല്ലേ? അപ്പോൾ ദൈവത്തിന് പക്ഷാഭേദം ഉണ്ടോ എന്നൊരു ചോദ്യം കൂടി വരും. ആഴത്തിലുള്ള ചോദ്യമാണത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് സംശീകരിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട് എന്ന് തന്നെ നമുക്ക് ലഘൂകരിച്ച് പറയാം. ഇതിൽ കർമ്മഫലം എങ്ങനെ അനുഭവിക്കും? കർമ്മഫലത്തെ ആത്മീയമായിട്ടും ശാസ്ത്രീയമായിട്ടും അപഗ്രഥിച്ചിട്ടുണ്ട്. ഹൈന്ദവരും അതുപോലെ ബുദ്ധ മതവിശ്വാസികളുമാണ് ഈ പറയുന്ന പുനർജന്മത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നത് ആത്മീയപരമായിട്ട്. അപ്പോൾ ഈ പുനർജന്മം എന്ന് പറയുമ്പോൾ മുൻജന്മത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ പ്രതിപ്രവർത്തനം, നമ്മൾ തേർഡ് ലോ ഓഫ് മോഷൻ എന്താണ്? മൂന്നാം ചലന നിയമം. അതിൽ പറയുന്നു, ഫോർ എവരി ആക്ഷൻ ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു കർമ്മമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തനമുണ്ടെങ്കിൽ അതിനൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. പാസ്റ്റിൽ നമ്മളൊരാളോട് ദേഷ്യപ്പെട്ടെങ്കിൽ ആ ബന്ധം വഷളാവും. നമ്മൾ അത് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ ആ ബന്ധം കുറച്ച് നാളും കൂടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പോൾ ഇവിടെ കർമ്മത്തെ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഇതൊക്കെയാണെന്ന് ചോദിച്ചാൽ സഞ്ചിത കർമ്മഫലം, ആർജിത കർമ്മഫലം. ആത്മീയപരമായിട്ടാണ് ഞാൻ പറയുന്നത്. ആർജിത കർമ്മഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കിട്ടുന്ന ഫലത്തിനെയാണ് ആർജിത കർമ്മഫലം എന്ന് പറയുന്നത്. നമ്മളൊരു വ്യക്തിയെടുത്ത് മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ്, അത് ആർജിത കർമ്മഫലത്തിന് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് സഞ്ചിത കർമ്മഫലം? മുൻ ജന്മം എന്നൊന്നുണ്ടെങ്കിൽ ആ ജന്മത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ പ്രതിപ്രവർത്തനം അതുണ്ടായേ മതിയാകും. അത് ആ ജന്മത്തിൽ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് അനുഭവിച്ചിട്ടാണ് തിരിച്ചൊരു ജന്മം ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സ്വർണ്ണക്കരണ്ടിയായിട്ട് തന്നെ ജനിക്കും, യാതൊരു സംശയമില്ല. കർമ്മത്തെ കർമ്മം കൊണ്ടെടുക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ ചിലർ അതിന് മുന്നേ എന്ത് ചെയ്യാം? മരണപ്പെട്ടു പോകാം, അല്ലേ? അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ഈ ആത്മാവ് എന്ന് പറയുന്നത് അനശ്വരമാണ്, നശിക്കില്ല. അതിന് ഹൈന്ദവ മതപ്രകാരം, വിശ്വാസപ്രകാരം പറയപ്പെടുന്നു, ആ ആത്മാവ് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് പോലെ ആത്മാവ് ശരീരത്തെ എന്ത് ചെയ്യുന്നു? മാറി മാറി ഉപയോഗിക്കുന്നു. ഇതേ സംഭവം തന്നെയാണ് ആസ്ട്രോ പ്രൊജക്ഷൻ അകത്ത് ചെയ്യുന്നത്, പരകായ പ്രവേശം എന്ന് പറയുന്ന സംഭവം. ഇനി അതുണ്ടോ എന്ന് ചോദിക്കരുത് കേട്ടോ, അതൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം, അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ആത്മാവ് അനശ്വരമാണ്, പുതിയ പുതിയ ശരീരങ്ങൾ എടുക്കുന്നു. ഇത്ര നാൾ ആ ശരീരത്തിന് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും നാൾ നിൽക്കുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു? പ്രകൃതിയിൽ ലയിക്കുന്നു. എന്നാൽ ലയിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു ഊർജം, എനർജി, അത് പൂർണ്ണമായിട്ട് നശിക്കുന്നില്ല. അത് വീണ്ടും മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. ഇതാണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഒരുപാട് പേപ്പർ കട്ടിങ്സ് ഒക്കെ ഞാൻ വായിച്ചതിനകത്തൊക്കെ ഈ പറയുന്ന പുനർജന്മത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറയുന്നു. കാരണം നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഞാൻ ഈ സ്ഥലത്ത് എപ്പോഴോ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴോ കണ്ട സ്ഥലമാണിത്, എപ്പോഴോ അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. ചില സ്വപ്നങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. സാധാരണ മനുഷ്യരുടെ കാര്യമല്ല പറയുന്നത്, കുറച്ച് ആത്മീയമായിട്ട് ചിന്തിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആരാണ് എന്നുള്ള ചിന്താധാര ചിലർക്ക്, ചില കുട്ടികൾക്ക് ഒരു വൈകല്യമായിട്ട് കണക്കാക്കാറുണ്ട്. ഈ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് ചില കുട്ടികൾ ഭയം തോന്നും. അങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ട്. അതായത് അവർക്ക് അവരുടെ ആത്മാവും ഈ ശരീരവും തമ്മിലൊരു വ്യത്യാസം അനുഭവപ്പെടും. ആ ആത്മാവല്ല ഈ ശരീരം, ഈ പ്രതിബിംബം എന്ന് അവർക്ക് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. മെൻ്റൽ ഡിസോർഡറാണ് ശരിക്കും അതിനെക്കുറിച്ച് ഇപ്പോൾ പഠനങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് പഠനങ്ങൾ അതിനെപ്പറ്റി നടക്കുന്നുണ്ട്. സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടാണത്. ചിലർക്ക് അത് എന്തായിട്ട് മാറും? വലിയ ഒരു മാനസിക പ്രശ്നമായിട്ട്, വിഭ്രാന്തിയായിട്ട്, വിഷാദ രോഗമായിട്ട്, സ്ട്രെസ്, അങ്ങനെ പല രീതിയിൽ മാറാറുണ്ടത്. അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞു വരുന്നത്,
കർമ്മഫലത്തെക്കുറിച്ചാണ്. കർമ്മഫലം എന്ന് പറയുന്നതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത് ആർജിത കർമ്മഫലം എന്താണെന്ന് പറഞ്ഞു. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്നതിന് കിട്ടുന്ന ബലമാണ് ആർജിത കർമ്മഫലം. 2, സഞ്ചിത കർമ്മഫലം. സഞ്ചിത കർമ്മഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻജന്മത്തിൽ ചെയ്തത് ആ ജന്മത്തിൽ തന്നെ അനുഭവിക്കാതെ പിന്നീട് വന്ന് അനുഭവിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന് പന്തിപക്ഷമുണ്ടോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചു. ഇല്ല, ദൈവത്തിന് ഒരിക്കലും പന്തിപക്ഷമില്ല. ദൈവം ഒരിക്കലും ശിക്ഷിക്കില്ല, അല്ലേ? ദൈവം നമ്മളെപ്പോഴും ഗൈഡ് ചെയ്യത്തേ ഉള്ളൂ. ഒരു നീതിമാന്റെ രൂപമാണ്, അല്ലാതെ നമ്മളെ എന്ത് ചെയ്യില്ല, ശിക്ഷിക്കില്ല. നമ്മളെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്, നല്ല വഴിക്ക് നടത്തുക. അതിനാണ് ഈശ്വര ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മയെക്കുറിച്ച് ആലോചിച്ച് അയ്യോ ഞാനിങ്ങനെ ചെയ്തു പോയല്ലോ എന്നും പറഞ്ഞ് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ സമയം കാണും. അതിനെപ്പറ്റി ചിന്തിക്കാനേ പോകണ്ട. കഴിഞ്ഞു. ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കണോ? വേണ്ട. അടുത്ത സെഷനിലേക്ക് പോകാം. നമ്മൾ കണ്ടുവരുന്നു, ഇത്രയൊക്കെ ചെയ്തു, ഞാൻ ഒരുപാട് പേരെടുത്ത് ഞാൻ കരുണ കാണിച്ചു, ഞാൻ എൻ്റെ സഹജീവികളോട് കരുണ കാണിച്ചു, ഞാൻ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തു, എല്ലാം ഞാൻ ചെയ്തു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രോസ്പെരിറ്റി ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മുടെ മൈൻഡാണ് പ്രധാന കാരണം. നമ്മളിത് ചെയ്തത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് തോന്നിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്, അല്ലേ? ഒരു ഫലം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു നേർച്ച ചെയ്യുന്നത് ഒരു ഫലം ആഗ്രഹിച്ചിട്ടാണ്. ഒരു അമ്പലത്തിൽ പോയി ഒരു നേർച്ച ചെയ്യുന്നത് തുലാഭാരമാണെങ്കിലും എന്താണെങ്കിലും, അല്ലേ? എനിക്കിത് നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് ചെയ്തേക്കാമേ എന്ന് പറയും, അല്ലേ? ആജ്ഞാപിക്കുകയാണ് ചെന്ന് അമ്പലത്തിൽ ചെന്ന്. ഇങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട് എല്ലാവർക്കും. ഇവിടെ അതല്ല, ശരിക്കും ഇതല്ല. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. നമ്മൾ ഫലം പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യരുത്. ഇഷ്ടം എന്താണോ തോന്നുന്നത്, ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് നടത്താനാണോ ഇഷ്ടം അത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടൊരു നേർച്ചയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഇനി അടുത്ത ഒരു സെഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കള്ളപ്പണക്കാരുണ്ട്, അല്ലേ? ഇത് നമുക്ക് കള്ളപ്പണം എന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ദേഷ്യം തോന്നും. എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് പേരൊക്കെ ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കോൺട്രവേഴ്ഷ്യൽ ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ പലതരത്തിൽ പല മാർഗത്തിലൂടെ പണമുണ്ടാക്കിയവരുണ്ട്. അവരുടെ പൂർവ്വകാലം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും. പക്ഷേ സമ്പത്ത് വന്നപ്പോൾ എല്ലാവരും അവരെ എന്ത് ചെയ്യാൻ തുടങ്ങി, ബഹുമാനിക്കാൻ തുടങ്ങി. ഈ വെളുത്ത മുണ്ടിന് തടുക്കിടുക എന്ന് പറയുന്ന ഒരു വശം നമ്മുടെ എല്ലാവരുടെ ഇടയിലുണ്ട്, അല്ലേ? നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടുമെന്ന് പറയുന്നത് പോലെയാണിത്. ഈ സമ്പത്തുള്ളവരെ കാണുമ്പോൾ സാധാരണ നമുക്കൊരു ചെറിയ ഇറിറ്റേഷനൊക്കെ തോന്നുമല്ലോ, സ്വാഭാവികം. അപ്പോൾ അവർ കേൾക്കാതെ നമ്മൾ പറയും, അല്ലേ? എൻ്റെ പഴയ കാലഘട്ടം എന്തുമായിരുന്നു ഇങ്ങനെ നമ്മൾ പറയും. എങ്കിലേ നമുക്കൊരു സുഖമുള്ളൂ, നമ്മുടെ ഒരു ഇഷ്ടം അത്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, അവർ അന്നദാനം നടത്തും, അവർ ഉത്സവം നടത്തും, അവർ പല കാര്യങ്ങളും നടത്തും, അല്ലേ? പാവപ്പെട്ടവന് പലതും ചെയ്യും. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം? അവരും പോകാറുണ്ട് പലയിടത്തും, പല ജ്യോത്സ്യന്മാരെയും കാണാറുണ്ട്. അവരെന്താണ്, കുറേ മോശം പ്രവൃത്തി ഈ ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് രണ്ടും ഒരുപോലെ അങ്ങ് പോവും, അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ, ഇത് ഞാൻ പറയുമ്പോൾ എന്താണ്, നാളെ നിങ്ങൾ പോയി കുറേ പാപം ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ എന്താണ് കുറച്ച് നല്ല കാര്യങ്ങളും കൂടെ ചെയ്ത് ബാലൻസ് ചെയ്യാനല്ല ഈ പറയുന്നത്. ഇതിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുമ്പോൾ കാട് കയറി അങ്ങ് പോകും കേട്ടോ. ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറേ ലാഗിങ് ഇങ്ങനെ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. പഴയ വീഡിയോ ഒക്കെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. സംസാരിച്ച് തുടങ്ങുമ്പോൾ അങ്ങനെയാണ് കേട്ടോ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. 2 മണിക്കൂർ പ്രഭാഷണത്തിന് പോയാലും ചിലപ്പോൾ 3-3.5 മണിക്കൂറൊക്കെ ഞാൻ എടുക്കും. അതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. മാർട്ടിൻ ലൂഥർ കിങ് അല്ല, മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗത്തിൻ്റെ വക്താവാണ് അദ്ദേഹം. ദ സെയിൽ ഓഫ് ഇൻ്റലിജൻസ് അഥവാ പാപവിമോചന ചീട്ട് എന്ന് പറയുന്ന ഒരു സാധനം വിറ്റഴിച്ചോടെ പള്ളിയിൽ. അന്ന് അദ്ദേഹം അതിനെ എതിർത്തു. അന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയപ്പോഴാണ് പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്നൊരു നവീകരണ പ്രസ്ഥാനം അദ്ദേഹം കൊണ്ടുവന്നത്. മതനവീകരണം, റിഫോർമേഷൻ എന്ന് പറയും. പാപവിമോചന ചീട്ടെന്നാണ് അതിൻ്റെ പേര്. അതായത് എന്ത് പാപം ചെയ്തിട്ട് വന്നിട്ട് ഈ ചീട്ടെടുത്ത് വായിച്ച് നോക്കിയാൽ മതി, പാപം തീർന്നു എന്നുള്ളതാണ്.
അതിനെതിരെ വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ പാപങ്ങളുടെ എണ്ണം കൂടുക ചെയ്യുന്നത്. മനസ്സിലായി? ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അതുമായിട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കർമ്മഫലം ഉണ്ട്, ഓക്കെ, മനസ്സിലായി. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവുമില്ല, എന്ത് ചെയ്യണം? വാട്ട് വിൽ ഡു ദ നെക്സ്റ്റ്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മുടെ സമൂഹത്തിനെ ദ ഫൈനൽ ഡിസിഷൻ മേക്കർ ഈസ് മണി. ലോകത്തെല്ലാം തീരുമാനിക്കുന്നത് പണം തന്നെയാണ്. അവൻ പറയുന്നത് കേൾക്കാനേ ആളുള്ളൂ. വിദ്യാഭ്യാസമുള്ളവന് സെക്കൻഡറിയാണ്, 2ാം സ്ഥാനമേ ഉള്ളൂ. പൈസയാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റമില്ലെങ്കിൽ, നിങ്ങളുടെ കർമ്മമാണ് പ്രശ്നമെങ്കിൽ ഈ ജന്മത്തിൽ മാക്സിമം അത് മാറ്റാൻ ശ്രമിക്കുക. 1, സൽക്കർമ്മങ്ങൾ കൊണ്ട്. ആരെങ്കിലും കടം ചോദിച്ചാൽ പൈസ കൊടുക്കണം കേട്ടോ. അതൊരു പ്രധാന ഘടകമാണ്. തിരിച്ച് കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഉള്ളതല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെ ഭക്ഷണം, വെള്ളം, ഇത് കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുത്. ആർക്കും, മനുഷ്യർക്കെന്നല്ല, നമ്മുടെ സഹജീവികൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പണമായിട്ട് കൊടുക്കാൻ ഞാൻ പറയുന്നില്ല, ഭിക്ഷാക്കാർക്ക് പണമായിട്ട് കൊടുക്കാൻ ഞാൻ പറയത്തില്ല. പഠിക്കാൻ താല്പര്യമുള്ളവരെ പഠിപ്പിക്കുക, ഇതൊക്കെ വലിയ കാര്യമാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കൊടുക്കുന്ന കാര്യം നിങ്ങൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. ഇന്ന് നമ്മൾ ഒരുപാട് റീൽസ് കാണുന്നുണ്ട് അല്ലേ? അത് സ്വാർത്ഥ താല്പര്യം തന്നെയാണ്. ഇപ്പോൾ ഇതിന് അടിയിൽ മോശം കമൻറ്റ് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താങ്കൾ പോയി ചെയ്യുക. ഞാൻ ചെയ്യാറുണ്ട്, ഞാനത് പറയാറില്ല, കാണിക്കാറുമില്ല. അപ്പോൾ അത് സ്വാർത്ഥ താല്പര്യം തന്നെയാണ്. നമ്മൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരാൾക്കെങ്കിലും കിട്ടുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അതല്ല, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ വലം കൈ കൊടുക്കുന്ന ഇടം കൈ പോലും അറിയരുതെന്നാണ് പറയുന്നത്, എങ്കിലേ വരുള്ളൂ അല്ലേ? ഒരുത്തൻ്റെ കയ്യിൽ പൈസ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അത് കൊണ്ട് മറ്റുള്ളവർക്കും കൂടെ ജീവിക്കാൻ സാധിക്കുമെന്ന് ഈശ്വരൻ ചിന്തിക്കുമ്പോൾ അവൻ്റെ കൈകളിലേക്ക് പിന്നെയും വന്നുകൊണ്ടിരിക്കും. സ്വാഭാവികമാണത്, അതൊരു പ്രകൃതി നിയമം തന്നെയാണ്. അപ്പോൾ രണ്ടാമതായിട്ടുള്ള ഇനി അടുത്ത കാര്യം കൂടെ പറയാം. ഇതൊക്കെ ചെയ്തിട്ട് നമുക്കൊരു മാറ്റവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ മാറുകയുള്ളൂ, ശിവക്ഷേത്രം, മഹാദേവൻ. നേരെ ചെല്ലുക, ചെന്ന് ഒരു ശനിയാഴ്ച നോക്കി ചെല്ലുക. കർമ്മ ഫലങ്ങൾ അല്ലെങ്കിൽ കർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നം സുഹൃതക്ഷയം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പൂർവികർ ചെയ്തതല്ല. സുഹൃതക്ഷയം ഉണ്ടാവാൻ മറ്റ് ചില കാരണങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. സർപ്പശാപം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, പിതൃദോഷം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് രണ്ടും ഉണ്ടോ എന്ന് നോക്കുക ജാതകവശാൽ. ഇതില്ലെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. വീട്ടിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുക. ഒറ്റ കാര്യമുള്ളൂ, ലളിതാ സഹസ്രനാമം സ്ഥിരം ചൊല്ലുക. അതാണ് ഇതിൽ നിന്നുള്ള മുക്തി. 1. രണ്ടാമത്തത്, ശിവക്ഷേത്രത്തിൽ ചെല്ലുക. ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം ആദ്യം ഗണപതി ഹോമം തന്നെ നടത്തുക. ഗണപതി ഉണ്ടാവുമല്ലോ അവിടെ. ഗണപതി ഹോമം നടത്തുക, നാളികേര ഉടയ്ക്കുക, കറുകമാല കൊടുക്കുക. ആദ്യം തുടക്കം ഗണപതിക്ക്. അന്ന് തന്നെ വില്വപത്ര പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വില്വപത്രം എന്ന് പറഞ്ഞാൽ അറിയാമോ? കൂവളം. അതിൻ്റെ കൂടെ തന്നെ ക്ഷീരധാര കൂടി നടത്തുക. ക്ഷീരധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലഭിഷേകം. 2-ാം ദിവസം ഞായറാഴ്ച ദിവസം വീണ്ടും ചെല്ലുക. അന്നത്തെ ദിവസം വീണ്ടും വില്വപത്ര പുഷ്പാഞ്ജലി. അതോടൊപ്പം തന്നെ ഇളനീര് കൊണ്ടുള്ള ധാര നടത്തുക. 3-ാം ദിവസം വീണ്ടും വില്വപത്ര പുഷ്പാഞ്ജലി, ഒപ്പം ജലം കൊണ്ടുള്ള ധാര നടത്തുക. 3-ാം ദിവസം പറഞ്ഞാൽ തിങ്കളാഴ്ച. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതിൽ ഒന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ആദ്യ ദിവസം ചെല്ലുമ്പോൾ, ശനിയാഴ്ച ദിവസം ചെല്ലുമ്പോൾ ഗണപതിക്കാണല്ലോ തുടങ്ങുന്നത്. അതിനുശേഷം നേരിട്ട് ശിവനുള്ളതല്ല ചെയ്യേണ്ടത്. നന്ദികേശന്, നന്ദി ഉണ്ടാവും അവിടെ മുമ്പിൽ ഉണ്ടാവും, നന്ദികേശന് പൂമാല സമർപ്പിക്കുക. അതിനുശേഷം മാത്രമേ ശിവന് തുടങ്ങാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വേറെ ഒന്നുമില്ല എന്ന് തന്നെ മനസ്സുകൊണ്ട് തീരുമാനിക്കുക. നിങ്ങളുടെ മുൻജന്മ പാപങ്ങളെല്ലാം തീർന്നു. കാരണം ഇതൊരു മൈൻഡ് സെറ്റാണ്. അതും വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പ്രസൻ്റ്ലി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ഇത് തന്നെ സംഭവിക്കത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ. അത് മാറി കിട്ടും പൂർണ്ണമായിട്ടും. സോ നിങ്ങൾ പ്രസൻ്റ്ലി നിങ്ങൾ പുതിയ സ്കില്ലുകൾ പഠിക്കാൻ തുടങ്ങും. കുറച്ചുകൂടെ സമാധാനം ഉണ്ടാവും. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും, ലൈക്ക് എ മാനിഫെസ്റ്റേഷൻ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർമ്മഫലത്തെ അനായാസേന നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കർമ്മത്തെക്കുറിച്ച് പറയാൻ. പക്ഷെ പറയാനാണെങ്കിൽ ഇനിയും കടൽ പോലെ കിടക്കുകയാണ്. ലെങ്ത് കൂടി കൂടി വരും.
പലരുടെയും വാക്കുകൾ ഞാൻ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് നിർത്തുകയാണ്. അടുത്ത പാർട്ടായിട്ട് ചെയ്യാം, അതായിരിക്കും വളരെ ഉചിതമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലതും നന്മയും മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷമായിരിക്കുക എന്നും. നമസ്കാരം.